ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം നാട്ടിലത്തെ വെള്ളപ്പൊക്കവും അതൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും സേഫാണല്ലോ. പല പല വീഡിയോകൾ കാണുന്നുണ്ട്. ആർക്കെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇതിനൊരു നീക്കുപോക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം മാവിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടതൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇന്നുണ്ടാക്കുന്നത് നമ്മൾ കഷ്ണങ്ങൾ മത്തങ്ങ ടൊമാറ്റോയും സവാളയും മാത്രം ചേർത്തിട്ടുള്ള പരിപ്പൊക്കെ ഇത്തിരി കുറച്ച് നല്ല കൊഴുപ്പോട് കൂടിയ ഒരു സാമ്പാർ നമ്മൾ ഉണ്ടാക്കത്തില്ലായിരുന്നോ, ആ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചീനച്ചട്ടിക്കകത്ത് പൊടികൾ ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുത്തനെയില്ല കാശ്മീരി മുളക് പൊടിയും, പിന്നെ കൊഴുപ്പ് കിട്ടാനായിട്ട് ഞാനിതിൽ കടലമാവാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അപ്പം കടലമാവ് ഞാനിപ്പോൾ ഒരു 1/2 കിലോ മത്തങ്ങയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അളവിനുള്ള ഇതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് പൊടിയിൽ വ്യത്യാസം വരുത്താമേ. ഇപ്പം ഞാൻ മത്തങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂടാക്കിയ പൊടികൾ ഒരു 3-4 മീഡിയം സൈസ് ടൊമാറ്റോ, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, തോമര, ഞാനൊരു 3-4 വിസിലടിച്ചെടുത്തു. കാരണം അതൊക്കെ നന്നായിട്ട് വെന്തുടയാൻ വേണ്ടി. അപ്പം ഞാൻ ഇതിലിനി ഒരു പുളിവെള്ളം പുളി ചേർക്കുന്നില്ല. അതിനുള്ള പുളിക്കുള്ള ടൊമാറ്റോയാണ് ഞാൻ അത്രയും ചേർത്തേക്കുന്നത്. ഇതിലേക്കിനി ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കടുകൂടെ വറുത്ത് ചേർത്താൽ മതി. ആദ്യം ഞാൻ ഇവർക്കുള്ള മസാല ഇഡലി ഉണ്ടാക്കുക. അപ്പോൾ 2 ഇഡലിപ്പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ സൺഡേലത്തെ വീഡിയോയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഡേ ഞങ്ങൾ ആക്ച്വലി ഈ പ്രൈസമ്മോൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അവനെ വെളിയിലൊന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇരുന്നേ നേരത്തെ. അന്നേരം അല്ലായിരുന്നു അവന് പനിയായിട്ട് വന്നത്. പിന്നെ ഞങ്ങൾ ചിന്തിച്ചെന്നാൽ സൺഡേ കൊണ്ടുപോകാമെന്ന്. അപ്പോൾ സൺഡേ എന്നാൽ നമ്മൾ പോകാമെന്നും പറഞ്ഞിരുന്നുണ്ടേ. അന്ന് ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, വെളിയിലിറങ്ങാൻ പറ്റാത്ത മഴ വൈകുന്നേരം ആയപ്പം. ഉച്ച തൊട്ടേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രേയറിന് പോയിട്ട് വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പച്ചക്കറി പോലും വാങ്ങിക്കാൻ അന്ന് പോയില്ല, അതുപോലുള്ള മഴയായിരുന്നു. സത്യം പറഞ്ഞാൽ മഴയത്ത് വീട്ടിലിരിക്കുന്നവർക്ക് നല്ല മഴയാണെങ്കിൽ, പക്ഷേ ഈ വെളിയിലോട്ടൊക്കെ ഈ സാധനം വാങ്ങിക്കാൻ പോകാനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ട്രെയിനിലൂടെയൊക്കെ കയറി പോകുന്നതാണെങ്കിൽ പറയുകയും വേണ്ട. ഇവിടുത്തെ ട്രെയിനിലൊക്കെ ആണെങ്കിൽ എന്തോ റഷാണെന്നറിയാമോ. അപ്പം പിന്നെ ഞങ്ങളന്ന് പോയില്ല. അന്ന് വൈകിട്ട് പിന്നെ ഇവന്മാർക്ക് ഇവിടുന്ന നൂഡിൽസ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ച്. എന്നിട്ടും അവൻ പിറ്റേ ദിവസം അന്ന് കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റുണ്ടേ ഇങ്ങനെ ഉറക്കപ്പിച്ച് കണ്ണു, എന്നാ ഇനിയും പോകുന്നത് റെസ്റ്റോറൻറ്റിലെന്നും പറഞ്ഞിരിക്കുക. അവൻ്റെ മൈൻഡിൽ അതാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇവർക്ക് മസാല ഇഡലി ഉണ്ടാക്കിയത്. പിന്നെ ചായയൊക്കെ റെഡി ആയായിരുന്നു, അതുകൂടെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ.
അപ്പോൾ കൊച്ചിൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി, പിന്നെ പൂളിൻ്റെയും വെള്ളമൊക്കെ നിറച്ചെല്ലാം റെഡിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഇഡലി ഉണ്ടാക്കി. അപ്പം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ജോലികൾ വീഡിയോ ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനും കഴിക്കാൻ വന്നു. ഈ സാമ്പാർ ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പോളിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഏട്ടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോടാന്ന്. പക്ഷേ അവന് രാവിലെ അങ്ങോട്ട് കഴിക്കണം. ഒരു 8:30 കഴിഞ്ഞിട്ടാണ് പോയത്, എന്നാലും അവന് രാവിലെ കഴിക്കാൻ. പിന്നെ കോഫി പോലും അവൻ 8 മണിക്ക് 7 മണിക്ക് അങ്ങനെ എണീക്കുമ്പം ആണ് കൊടുക്കുന്നതെങ്കിൽ അവന് വേണ്ട. പിന്നെ ഞാൻ ഈ കൊച്ചിന് കൊടുക്കുന്നുണ്ട് ഒരു 6 മണിയാകുമ്പോഴേ ഞാൻ ഉറക്കത്തിൽ പിടിച്ചങ്ങ് കൊടുക്കും. അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ പോകുമ്പോൾ ഇതുകൂടെ ഇല്ലെങ്കിൽ. അപ്പോൾ ഈ സാമ്പാറിന് ഈ കളറല്ല കേട്ടോ, ചില സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെയാണ്. ഒരു യെല്ലോ കളറാണ് സാമ്പാറിന് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ വെച്ച് ഇങ്ങനെ ലൈറ്റിൻ്റെ ഈ പ്രോബ്ലത്തിലാണ് ഇങ്ങനെ ഒരു കളർ കാണുന്നത്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കണ്ടോ, ഇത്രയും പാത്രങ്ങൾ കഴുകാൻ കിടക്കുക. ഈ കിച്ചൺ മൊത്തം ആലാകോലമായിട്ട് കിടക്കുക. രാവിലത്തെ ഒരു പരിപാടി കഴിയുമ്പം ഇല്ല കിച്ചണെല്ലാം ഇളക്കി മറിച്ചിട്ട രീതിയിലാണ്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. കിച്ചണിൻ്റെ സ്ലാബെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കട്ടെ. ഗ്യാസും എല്ലാം വൃത്തികേടായിട്ട് കിടക്കുക. പിന്നെ എല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി ബേസിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമെല്ലാം ക്യാനിൻ്റെ അകത്താക്കി. ഇനി കുടിക്കാൻ വെള്ളം വെക്കണം. സ്റ്റീൽ ചരുവ തീരുന്ന വെള്ളം അലുമിനിയം ചരുവത്തിലോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഗ്യാസ് എല്ലാം തുടച്ച് ഇവിടെ എല്ലാം ക്ലീനാക്കി പിന്നെ അങ്ങ് തുണി കഴുകാനങ്ങിട്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് ഞാനങ്ങ് ചിലപ്പം രാവിലെ അങ്ങ് ഇട്ടിട്ട് പോളിനെ ഒന്നും നോക്കി നിൽക്കത്തില്ല. ഉള്ള സമയത്തങ്ങ് തുണി അങ്ങ് വിരിച്ചിടും, ഉണങ്ങണ്ടേ. അവൻ പിന്നെ വൈകുന്നേരം അല്ല വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ജോലിയും കൂടുതലാണ്. എനിക്കിപ്പോൾ ഈ നടുവിൻ്റെ ഇത്തിരി പ്രയാസവും ഉണ്ട്. എന്തുവന്നാലും പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതെന്തുവന്നോ ഈ വാഷർ കാണിക്കുന്നത്. അപ്പോൾ ഈ വാഷർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതിന് വിസിൽ വന്നില്ല, വാഷർ ലൂസായിരുന്നെന്ന് തോന്നുന്നെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ വാഷറൊന്ന് ഫ്രീസറിൽ വെച്ചിരുന്നു. ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്ന് അതൊന്ന് കുക്കറിൽ ഒന്ന് ഞാൻ നോക്കും അത് ശരിയാവുമോ എന്നുള്ളത്. പക്ഷേ കുക്കറിൽ ശരിയായി. വിസിൽ വന്നപ്പോഴത്തേക്കിനെ ഞാൻ വീഡിയോ ഓണാക്കാൻ വന്ന് വിസിൽ പിടിച്ചാൽ നിൽക്കുമോ? അപ്പം ഞാനാണെങ്കിൽ ക്യാമറ ഓണാക്കി വന്നപ്പോഴത്തേക്കിന് വിസിൽ അങ്ങ് തീർന്ന്. നന്നായിട്ട് വിസിൽ വന്നായിരുന്നു കേട്ടോ. അന്നേരം നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വാഷർ ലൂസാണ്, വിസിൽ വന്നില്ലെങ്കിൽ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വിസിലടിക്കുന്നുണ്ടെങ്കിൽ അത് വിസിൽ വരും. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തൈരൊക്കെ ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. മോരുകറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ടേ. അതെ, ഞാൻ ഈ മോരുകറി അടപ്പത്ത് വെച്ചിട്ടേ ഞാൻ അത്ര ഓർത്തില്ല. ഞാൻ തുണി വിരിക്കാൻ പോയപ്പോഴത്തേക്കിന് ഇച്ചിരി ഒരു തിള പോലെ വന്ന്, അതുകൊണ്ടാണ് അതങ്ങ് ഇത്തിരി ഒരു ഇതായി പോയായിരുന്നു. മോരുകറി ഒന്നും തിളയ്ക്കല്ലെന്ന് പറയത്തില്ലേ, തിളയ്ക്കരുത്. ഞാൻ ഈ ഒറ്റയ്ക്ക് നിന്ന് പിന്നെ ഓർമ്മയില്ലാതായിപ്പോയി ഈ മോര് അടപ്പത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള. അപ്പം പിന്നെ ചെറുപയറിന് വിസിൽ വന്നായിരുന്നു. എൻ്റെ ഈ മൊബൈൽ ഓണാക്കാനും ഒത്തിരി സമയമെടുക്കും. എന്നാൽ പ്രഷർ കേട്ടപ്പോഴത്തേക്കിന് ഞാൻ വന്നതാ എടുക്കാനായിട്ട് കാണിക്കാനായിട്ട്. പക്ഷേ അത് അപ്പോഴത്തേക്കിന് ഞാൻ ഓണാക്കി വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കിന് പ്രഷർ അങ്ങ് തീർന്നു. അപ്പോൾ ഇന്ന് പയറിന് ഞാൻ ഇച്ചിരി തേങ്ങയും പിന്നെ മുളക് പൊടിയും ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ ഇച്ചിരി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്ത്. മിക്കവാറും ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് സവാള വഴറ്റിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം ഇട്ടാണ്. അതിന് മുമ്പിട്ട് കടുക് ഇടുന്ന സമയത്ത് ഇച്ചിരി ജീരകം പൊട്ടിക്കും. അല്ലാതെ ഇന്നിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചാൽ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് എന്നിട്ട് ഇതിലോട്ട് ഇനിയും പയർ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പയർ ഇത്തിരി അങ്ങ് വെന്തും ഇനി വെള്ളമൊന്നും വേണ്ട, ഇത്തിരി വെന്താണ് അതിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. ഈ മസാലയിലിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഉണക്കമീൻ ഇഷ്ടമല്ലല്ലേ. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ഉണക്കമീൻ അയല ഇരിപ്പുണ്ടായിരുന്നല്ലേ, അത് ഞാനെടുത്ത് 2 എണ്ണം ഒന്ന് വറക്കാനായിട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇവരാരും ഇഷ്ടമല്ല. പിന്നെ പ്രൈസിന് ഇതിത്തിരി അയല ഇത്തിരി മാംസം ഉള്ളത് കൊണ്ട് ഇച്ചിരി ഞാൻ പിച്ചി കൊടുത്തുകൊണ്ടേ അവനിഷ്ടമായി. അപ്പം ഞാനാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും ഒഴിക്കത്തില്ല. ഈ പയറ് തോരനും ഈ ഉണക്കമീനൂടെ മിക്സ് ചെയ്ത് ഇളക്കിയാണ് ഞാൻ കഴിച്ചത്. എനിക്ക് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണ്.
പയറുതോരനും ഉണക്കമീനും നല്ല കോമ്പിനേഷൻ അല്ലേ. ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇന്നിപ്പം ഇത്രയൊക്കെയായിരുന്നു വീഡിയോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് സൺഡേയിലത്തെയാണ്. വെളിയിൽ പോകാമെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പം ഇപ്പം തോരും എന്നും പറഞ്ഞ് നിന്നിട്ട് ഒരു രക്ഷയില്ല. ഒരു 7 മണിയൊക്കെ ആകുമ്പം പോയാലും മതിയായിരുന്നു, 7-8 മണിക്ക് പോയാലും മതിയായിരുന്നു. പക്ഷേ ഭയങ്കര മഴ, എങ്ങനെ പോകാനാ? അതുകൊണ്ട് ഇന്നത്തെ അങ്ങ് കൊച്ചിൻ്റെ ഇതങ്ങ് ക്യാൻസൽ ചെയ്ത്. അപ്പം പിള്ളേർക്ക് രണ്ടിനും നൂഡിൽസും വാങ്ങിച്ചു. റീച്ചാനും ഡാഡിക്കും സീസൺ റൈസ് വാങ്ങിച്ചു. അപ്പോൾ എനിക്കിതൊന്നും അത്ര താല്പര്യമില്ല. ഞാൻ പറഞ്ഞ് എനിക്കവിടെ വടയും ഇതുണ്ടെങ്കിൽ എനിക്കത് വാങ്ങിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ എനിക്ക് വടയും ചട്നിയും സാമ്പാറും. എനിക്ക് ആ നൂഡിൽസൊന്നും, അല്ലെങ്കിൽ അതേസമയം ഇത്തിരി പൊറോട്ടയായിരുന്നെങ്കിൽ പിന്നെയും സഹിക്കായിരുന്നു. അല്ലെങ്കിൽ ഇച്ചിരി കപ്പയും മീനോ അതൊക്കെയാണെങ്കിൽ, കപ്പ തിന്നിട്ട് എത്ര ദിവസമായി. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.